ശക്തമായ മത്സരമാണ് സേതു ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ മത്സരം പൂർണ്ണ ടൈം, അതായത് 90 മിനിറ്റും പിന്നിട്ടു. അതിൻ്റെ റഫറി ഇപ്പോൾ 30 മിനിറ്റത്തെ അധിക ടൈം നൽകിയിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ കളി പുരോഗമിക്കുന്നത്. 95 മിനിറ്റ് പിന്നിടുന്നു. ഒരാൾക്ക്, അതായത് സ്വിറ്റ്സർലാൻഡിൻ്റെ എംബോളോ എന്ന പ്ലെയറിൻ്റെ റെഡ് കാർഡ് 72-ാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയതോടെ സ്വിറ്റ്സർലാൻഡ് പൂർണ്ണമായും പ്രതിരോധത്തിലേക്കാണ് കളി മാറ്റിയിരിക്കുന്നത്. അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് 80-ാം മിനിറ്റ് മുതൽ തുടരെയുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഗോളിലേക്ക് മാറ്റിയെടുക്കാൻ അർജന്റീനയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളാണ് പുതിയ പാലത്തെ മത്സരം വീക്ഷിക്കാൻ, അതായത് ബിഗ് സ്ക്രീനിൽ കളി കാണാൻ എത്തിയിരിക്കുന്നത്. ആരാധകരുടെ മുഖത്ത് ചെറിയൊരു നിരാശയുണ്ട്, ആകാംക്ഷയാണ്. ഒരു ഗോളിനായി, ഒരു വിജയ ഗോളിനായി അവർ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ആളുകളോട് തന്നെ ചോദിക്കാം, എന്താണ് തോന്നുന്നത്? സമനിലയിലാണ്, എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം. പേടിയുണ്ടോ? ജയിക്കുമെന്ന് തോന്നുന്നു? കളി കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ അർജന്റീനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളി ഇന്ന് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? അത്ര കിട്ടിയില്ല, സ്വിറ്റ്സർലാൻഡിന്റെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഡിഫൻസ് ആണ്. അതെ, അതാണ്, അതായത് ഡിഫൻസ് ശക്തമാണ് എന്നുള്ളതാണ് എല്ലാവരും തന്നെ പറയുന്നത്. കൂട്ടുകാരെ, കളി കണ്ടിരുന്നോ? കളി ഇഷ്ടപ്പെട്ടോ? ആരുടെ കളി ഇഷ്ടപ്പെട്ടെ? അമ്മ, എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? സൂപ്പർ, സ്വിറ്റ്സർലാൻഡ് സൂപ്പർ. അർജന്റീന ആരാധകയാണോ സ്വിറ്റ്സർലാൻഡ് ആണോ? ഫ്രാൻസിന്റെ ആരാധന. എംബാപ്പയും നെയ്മറും തമ്മിലാണ് മത്സരം. അതെ, ആരായിരിക്കും ടോപ്പ് സ്കോറർ ആവുക? എംബാപ്പെ തന്നെ. അപ്പോൾ എല്ലാ ആരാധകരും കളി കാണാനായി എത്തിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ആരാധകർ, സ്പെയിനിന്റെ ആരാധകർ അടക്കമുണ്ട്. മത്സരം ഇപ്പോൾ 96 മിനിറ്റ് കഴിഞ്ഞ് പുരോഗമിക്കുന്നു. 10 ആളുകളുമായി സ്വിറ്റ്സർലാൻഡ് പ്രതിരോധം തീർക്കുന്നു. അതുപോലെ 11 കളിക്കാരുമായി അർജന്റീന ഒരു ഗോളിനായി കിടഞ്ഞ് ശ്രമിക്കുന്നുമുണ്ട്. മത്സരം അത്യധികം നിർണായകമായ ഘട്ടങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. ആളുകളെല്ലാം ആകാംക്ഷയോടെ ഒരു ഗോളിനായി കാത്തിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ തേടിയാൽ ശരി മുബാറക്കിലേക്ക് വരാം. നമുക്ക് ഒന്ന് തൃശ്ശൂരിലേക്കും കൂടെ പോവാം. ലെവിൻ കൂടി നമുക്കൊപ്പം ചേർന്നു. ലെവിനെ, ഈ പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിന്റെ പ്രതിരോധത്തിന് മുന്നിൽ ഒരു ഗോളിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അർജന്റീന. തീർച്ചയായിട്ടും മെസ്സി എവിടെയെന്ന് ഞാനും കൂടി അന്വേഷിക്കുകയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 97 മിനിറ്റ് കളി പിന്നിടുമ്പോൾ മെസ്സി എവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് ഗാലറിയിലെ ആരാധകർ, പ്രത്യേകിച്ച് അർജന്റീന ആരാധകർ നടത്തുന്നത് തോന്നുന്നു. നിശബ്ദരായി നിന്ന് ഓരോ ചുവടിനും അതനുസരിച്ചുകൊണ്ട് അവർ അത് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആരാധകരെ കാണുന്നു. ഹലോ, മെസ്സി എവിടെ പോയി? പുള്ളിയെ കാണുന്നില്ലല്ലോ. അവിടെയുണ്ട്. അത്രയ്ക്കും ആകാംക്ഷയോടുകൂടി കളിയെ നോക്കി അവർ കാണുകയാണ്. മെസ്സിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തായി അവസ്ഥ? തിരിച്ചു കയറുമോ? അറിയില്ല, ഞാൻ ക്ഷമിച്ച കളിയാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഈ മെസ്സി എവിടെ പോയി? പുള്ളി കാണുന്നില്ല ഈ ഏരിയയിലെങ്ങും. മെസ്സിയെ കാണുന്നില്ലല്ലോ ഈ ഏരിയയിലെങ്ങും. മെസ്സി എന്തായാലും ഗോൾ അടിക്കുക, അർജന്റീന ജയിക്കും. മെസ്സി ഗോൾ അടിക്കും. മെസ്സി ഗോൾ അടിക്കും. ടൈ ബ്രേക്കറിലോട്ട് പോവോ? ഇല്ല, പെനാൽറ്റിക്ക് പോവില്ല, ഗോൾ അടിക്കും, ജയിക്കും. എന്നാലും പെനാൽറ്റി ഷൂട്ട് ഔട്ടിലോട്ട് പോവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഷൂട്ട് ഔട്ടിലോട്ട് പോവോ? കഥ എങ്ങനെയാ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കാണുന്നത്. കണ്ടുപോയിട്ട് നല്ല കളിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ കളിക്കുന്ന കളിയെ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കാം. അവർ 10 പേരായി നിന്നുകൊണ്ട് ഉറച്ച കോട്ട കെട്ടുകയാണ്. അതെ, ഡിഫെൻഡിങ് ആണ് ഇപ്പൊ ഭയങ്കര. ഫുട്ബോൾ ഫാൻ ഫൈറ്റിനപ്പുറത്ത് ഒരു നല്ല മത്സരമാണ് നടക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. മത്സരം എങ്ങനെ പോകുന്നു? നല്ല കളിയായിട്ട് നിൽക്കല്ലേ. അർജന്റീന ജയിച്ചു നിൽക്കാണോ? അല്ല, സമമായിട്ടല്ലേ നിൽക്കണത്. കളി നന്നായിട്ടുണ്ട്. അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കണം. ഇപ്പോ ജയിക്കുവോ പറയാൻ പറ്റില്ല. നല്ല ഷൂട്ട് ഔട്ടിലോട്ട് പോവോ? ഷൂട്ട് ഔട്ട് ഇല്ലാണ്ട് പോവില്ല എന്നുള്ള നിലയ്ക്കാണ് നിൽക്കണത്. ഓരോരുത്തരോടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ നമ്മുടെ മൈക്കിലോട്ട് പോലും നോക്കാതെ, സ്ക്രീനിലോട്ട് കണ്ണുപറിക്കാതെയാണ്, അത്രയും ആകാംക്ഷയോടുകൂടിയാണ് കാണുന്നത്. 99 മിനിറ്റുകൾ കളി പിന്നിടുന്നു. ഇനിയുള്ളത് 11 മിനിറ്റുകളാണ്. ഈ 11 മിനിറ്റുകളിലും ഇനിയൊരു ഗോൾ പിറന്നില്ലെങ്കിൽ ഉറപ്പായും അത് ഷൂട്ട് ഔട്ടിലേക്ക് പോകും. ആരായിരിക്കും ഈ ഫൈനലിലേക്ക്, സെമി ഫൈനലിലേക്ക് കടക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വലിയ അർജന്റീന ആരാധകരുടെ കൂട്ടമാണ് ഈ തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ളത്. മന്ത്രിയും മുൻ എം പിയും അടക്കം
അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാതെയാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആരാധകരെല്ലാവരും തന്നെ അക്ഷമരായി നിൽക്കുന്നു. ഇനിയുള്ള അവസാന 10 മിനിറ്റുകൾ എന്ത് സംഭവിക്കുമെന്ന് തന്നെയാണ് തൃശ്ശൂരിൽ തൃപ്രയാറിൽ ഞാനുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലെ കാണികളും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്.